ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 9-10. യുദ്ധാദൗ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുദ്ധായീ സൂതക്ഷയകൃതഥ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബൽവലം പർവണി പരിദളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യയാതഃ പുരീം തേ സംസുപ്തദ്രൗപദേയക്ഷപണഹതധിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ഭ്രാമമസ്ത്രം സമഹൃതവിജയോ മൗലിരത്നം ച ജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരപി ച വിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ടമാത്ര കില ജഠരമഗാശ്ചക്രപാണേ വിഭോ ത്വം. യുദ്ധ ആദൗ തീർത്ഥഗാമി സഹ ഖലു ഹലധരഃ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുദ്ധായി സൂതക്ഷയകൃതഥ സുതം തത് പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം വൽക്കലം പർവണി പരിദളയൻ സ്നാതതീർത്ഥഃ രണ അന്തേ സംപ്രാപ്തഃ ഭീമദുര്യോധനരണം അശമം വീക്ഷ്യ യാതഃ പുരീം തേ സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതധിയം ദ്രൗണിം ഏത്യ ത്വത് ഉക്ത്യാ തത് മുക്തം ഭ്രാമമസ്ത്രം സമഹൃതവിജയഃ മൗലിരത്നം ച ജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനഃ അപി ച വിശതി ഉത്തരാഗർഭം അസ്ത്രേ രക്ഷൻ അങ്കുഷ്ടമാത്രഃ കില ജഠരം അഗാഹ ചക്രപാണിഃ വിഭോ ത്വം. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണർ പാണ്ഡവാൾക്കാக ചെയ്ത ഓരോ കാര്യങ്ങളും പാത്തു. ഇനി 9வது ശ്ലോകത്തിൽ യുദ്ധം നടക്കത്തെ ബലരാമർ എന്നെ പണ്ണിനാരുங்கிறதாക്കം കാട്ടണം. ബലരാമർ പാത്തപ്പോൾ തന്നോട് തമ്പി കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തിൽ നിൽക്കണം. അപ്പോൾ തമ്പിക്കോട് ഹെൽപ്പുക്കാக താൻ അണ്ണാ നിൽക്കണം. എതിർപക്ഷത്തിലെ കൗരവാളിലെ പ്രധാനിയായിരിക്കപ്പെട്ട ദുര്യോധനൻ ബലരാമനോട് ശിഷ്യൻ. അപ്പോൾ ശിഷ്യനുക്ക് വേണ്ടിയും നിൽക്കാൻ മുടിയാതെ തമ്പിക്ക് വേണ്ടിയും നിൽക്കാൻ മുടിയാതെ. അപ്പോൾ അങ്ങ് ഒരു ഡിപ്ലോമാറ്റിക്കായിരിക്കണங்கிறதுக்காக വേണ്ടി ബലരാമൻ അങ്ങേന്ത് നേരെ இதுக்கு போய்டுறான். അധർമ്മം എങ്ക பார்த்தாலும் ബലരാമർക്ക് പിടിക്കാതെ. അപ്പോൾ അതിനാൽ അവർ നേരെ ഓരോ സ്ഥലങ്ങൾ തീർത്ഥാടനத்துக்காக கிளம்புறார். സഹ ഖലു ഹലധരഃ அந்த സമയത്തിൽ ഹലത്ത് ആയുധமாக വച്ചിരിക്കപ്പെട്ട ബലരാമർ യുദ്ധാദൗ തീർത്ഥഗാമി യുദ്ധാരംഭത്തിലെ തീർത്ഥാടനத்துக்கு പോയി നൈമിഷക്ഷേത്രം ഋച്ഛൻ നൈമിഷാരണ്യത്തിൽ പോയി എത്തിനാർ. നൈമിഷാരണ്യം ചൊന്നാന നേമി ചൊന്ന ചക്രം, ചക്രം പൊടിഞ്ച സ്ഥലം. അതായത് ഇവ എല്ലാവരും പോയി മുനിമാരെല്ലാം പോയി ബ്രഹ്മാട്ട കേക്കറ കലിബാധ ഇല്ലാത്ത ഇടം എങ്ക ചൊല്ലി കേക്കറത്തെ ബ്രഹ്മ ഒരു നേമി ഒരു ചക്രത്തെ ഉരുട്ടി വിടുറാർ. എങ്ക പോയി ഇത് ശീരിയതേ ഉടഞ്ച് വിഴറതോ അന്ത ഇടത്തിലെ കലിബാധ ഇരിക്കാതെ അപ്പടിന്ന് ചൊല്ലി എല്ലാവരും മുനിമാരെല്ലാം ചക്രத்துக்கு பின்னாடி போய் நைமிஷாரண்யத்தினப்போ அங்கே விழுந்து அந்த நேமி அந்த சக்கரம் உடஞ்சது. அதனால் அந்த இடத்துக்கு நைமிஷாரண்யம். അപ്പം അന്ന് നൈമിഷാരണ്യത്തിൽ
എപ്പിടിന്ന് രോമഹർഷണൻகிற ഒരു സൂതൻ அங்கே உட்காந்து கதைகள் சொல்லியிருந்திருக்க முனிமாரெல்லாம் அங்கே உட்காந்து കേട്ടുന്നിരിക്കാം. ബലരാമൻ അങ്ങ് പോറാൻ. ബലരാമർ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ യുദ്ധത്തിൽ പോയി യുദ്ധം ചെയ്ത് ഒരാൾ ഉപദ്രവിക്കേണ്ടെന്ന് നനച്ചെന്തൊക്കെ ബലരാമർ തീർത്ഥാടനത്തിനൊക്കെ പോറാൻ. അപ്പം എന്നെല്ലാം പ്രാരബ്ധങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെ കാട്ടറാം. അങ്ങ് പോയി பார்த்தப்போ ബാക്കി മുനിമാരെല്ലാം ഇവരെ பார்த்தப்போ എന്തെന്ന് സൂതൻ அந்த வியாசபீடத்தில் உட்காந்துருக்கிறத அவர் கண்ணா மூடிந்து கதை சொல்லியிருந்திருக்கார். அவர் எந்திரிக்கலை. அப்பிரத்யுத்தாயி சூத க்ஷயகிருதாத தத்பதே சுதம் கல்பயித்வா. അപ്രത്യുദ്ധായാണ് ഏന്ദ്രിക്കരുത്. അപ്രത്യുദ്ധായ ഏന്ദ്രിക്കായലെ അന്ത സൂതൻ ഏന്ദ്രിക്കലൈ. അപ്പോൾ വ്യാസപീഠത്തിൽ ഉட்காந்துருக்கிறத ആര് മുന്നാടി വന്നാലും നമ്മൾ കഥ ചൊല്ലടത്തേക്ക് വ്യാസപീഠത്തിൽ ഉட்காந்தയച്ചനെ ഏന്ദ്രിക്കപ്പെടാതെങ്கிறது ഒരു നിയമം. ഇനി വ്യാസപീഠത്തിൽ ഉட்காந்துരിക്കപ്പെട്ടവ തന്നവിടെ പ്രായം കുറഞ്ഞവാളാനാലും അന്ത പീഠത്തിൽ ഉட்காந்து കഥ ചൊല്ലടത്തെ അവളെ വിഴുന്ന് നമസ്കാരം വേണലാങ്கிறது இன்னொரு പാഠം. അപ്പം ഇങ്ങനെ ഏന്ദ്രിക്കലൈങ്கிறது കണ്ടതും ബലരാമർക്ക് കോപം എന്തെടുത്തു. അങ്ങ് ദർഭപ്പുല്ലിരുന്നു അതെടുത്തൊരു വീശിനാർ. അപ്പോൾ அந்த ദർഭ പോയി കഴുത്തിൽ വിഴുந்து அந்த സൂതൻ രോമഹർഷണൻகிற സൂതൻ കീഴെ വിഴുന്നു വിട്ട. അപ്പോൾ രോമഹർഷണൻ എന്ന് പറഞ്ഞാൽ അവർ കഥ ചൊല്ലടുത്ത എല്ലാവർക്കും രോമമെല്ലാം ഹർഷത്തുനാല് ഏന്റുന്ന് നിൽക്കുമ്പം അത്ര അഴകാ കഥ ചൊല്ലുവരാം. അപ്പം എന്നാൽ മുനിമാരെല്ലാം ചെന്നിട്ട് നിങ്ങൾ എന്നെ പണിവിട്ടാൽ ഞങ്ങൾക്ക് ഭഗവത് കഥകൾ ചൊല്ലിത്തരപ്പെട്ടവരല്ലുവാ, നാങ്ങൾ ഇനി സത്സംഗത്തേക്ക് എന്നെ പണ്ണുവും, ഇത് ரொம்ப കഷ്ടമാ പോച്ച്. അപ്പിടിന്ന് മുനിമാർ ചൊല്ല ഉടനെ അവരോട് പുത്രനാന ഉഗ്രശ്രവസ് ശ്രവസ് എന്ന് കേൾക്കരുത്, ശ്രവ്യം കേൾക്കുക, ഉഗ്രശ്രവസ് ரொம்ப തീഷ്ണமாக കേൾക്കപ്പെട്ട പയ്യനിരുന്നാണ്. അവർ എന്നതും കേട്ടാൽ തന്നെ ചൊല്ലാൻ മുടിയുമില്ല. என்ன കാര്യം அப்பா சொல்கிறாரோ அதெல்லாம் ரொம்ப ശ്രദ്ധയോടെ കേട്ടുന്നിരുന്ന ഉഗ്രശ്രവസങ്കര പുള്ളയ സുതം തത്പദേ സുതം அந்த സ്ഥാനത്തിൽ അവരോട് പുള്ളയ அந்த പുരാണ പാരായണത്തുക്കാக കൽപ്പയിത്വ അങ്കൊക്കാത്തിന് തോന്നിത്ത് താൻ പണ്ണിന് തപ്പായെടുത്ത് തോന്നിനപ്പോൾ அந்த പുള്ളയ്ക്ക് എല്ലാ അനുഗ്രഹം പണ്ണി അവനക്കും അപ്പാവ മാതിരിയെ ചൊല്ല വരട്ടും ചൊല്ലി ആശീർവാദം പണ്ണി അങ്കൊക്കാത്തിന്. അതൊരു കഥ. അതുക്കപ്പുറം പർവണി യജ്ഞഘ്നം ബല്വലം പരിതളയൻ. ബല്വലം ചൊല്ലി ഒരു അസുരൻ അവൻ വന്ന് എല്ലാ അമാവാസയിലെയും യാഗങ്ങൾ മുടക്കറത്തുക്ക് വരുവൻ. അപ്പം അന്ത ബല്വനോട് കഥയെ മുടിച്ചാർ. സ്നാനതീർത്ഥേഹ രണാന്തേ സംപ്രാപ്ത. പിന്നെയും തീർത്ഥാടനങ്ങളെല്ലാം നടത്തി കടശീല എന്താ ഭാരതയുദ്ധം തീരത്തേക്ക് ആന സമയത്തിലേക്കും കുരുക്ഷേത്രത്തേക്ക് വരാൻ. ഭീമദുര്യോധന രണമശമം വീക്ഷ്യത്തെ പുരീം യാതഃ. അങ്കെത്തിനപ്പോഴേക്കും ഭീമനും ദുര്യോധനും തമ്മിലെ ചണ്ട നടക്കരുത്. അപ്പോൾ ഭീമൻ ദുര്യോധനെ എപ്പടി വധം പണിനാന്നാണ് അന്ത തൊടയില അടിപ്പൻ. തൊടയില അടിച്ചാക്കും വധം പണ്ണപ്പെട്ട്. കാരണം ഭീമനോട് ശക്തി ഇരിക്കരുത് പൂര തൊടയിലേക്കും. അതൊക്കെ കാരണമുണ്ട്. എല്ലാവരും പോയാച്ച് കുരുക്ഷേത്ര യുദ്ധം മുടിയർത്ത് കാർത് കൗരവസേനയിലെ മുഴുവൻ ആളുകളും പോയച്ച് ദുര്യോധനം ബാക്കിയിരിക്കാൻ എന്നെ പണ്ണരുത് എന്ന് രൊമ്പപ്പടി തവിക്കർത്തെ ചൊല്ലറ താത്താവാനെ ഭീഷ്മർട്ട പോയി കേപ്പർ എന്നെ പണ്ണണം അപ്പടിന്ന്. അപ്പോൾ ഭീഷ്മർ ചൊല്ലുവാർ എന്നോട് അമ്മ പതിവ്രതയായിരുന്നു കണ്ണ കെട്ടിന്ന് ഇത്ര നാളേക്ക് ഇരുന്നിരിക്കുക, നീ നഗ്നനാ പോയി അമ്മാവോട് അന്ത ദൃഷ്ടി പാർവയിൽ പോയി നില്ല്, ഉനക്ക് ശക്തി കിടക്കും ചൊല്ലി ചൊല്ലുക. ഇപ്പോൾ ദുര്യോധനൻ ഇത്രയും പെരിയ പുള്ള എപ്പടി അമ്മ മുന്നാടി നഗ്നനാ പോയി നിൽക്കരുത്, അമ്മാട്ട ചൊല്ലുക, താത്ത എന്നമാരി ചൊല്ലിക്ക, ശരി നാളേക്ക് എന്നോട് പൂജ മുടിഞ്ഞത് മെഡിക്കാലം പറ വാ ചൊല്ലുള്ളൂ അമ്മ ജപമെല്ലാം മുടിച്ച് അങ്ങ് വന്ന് നിൽക്കരുത്. ദുര്യോധന അമ്മ നമ്മ എന്താച്ച് അവനാ ചിന്നൊരു തോർത്തുമുണ്ട് കൊടുത്തിരിപ്പനാണ് ദുര്യോധനൻ. അപ്പം അന്ത ഇടത്തിൽ അന്ത അമ്മാവോട് അന്ത പാർവ
പടൽ அந்த இடத்துல അടിച്ചാനാണ് ദുര്യോധനനക്ക് മരണം തിരിയും. ഇപ്പോൾ കൃഷ്ണരത് ചൊല്ലിക്കൊടുപ്പൽ, തൊടയിലടിച്ച് കാട്ടിക്കൊടുപ്പൽ. അത് വെച്ചിട്ട് ഭീമൻ ദുര്യോധന തൊടയിൽ ദ്വന്ദ്വയുദ്ധം പണിയിട്ട് അതിലെയും മുടിയலை അപ്പോൾ തൊടയിൽ അടിപ്പൻ. അപ്പോൾ ബലരാമനൊരു തൊടയിലടിക്കപ്പെട്ടു. കാരണം ബലരാമനക്ക് തിരിയും ദുര്യോധനക്ക് എന്തളവൊക്കെ ശക്തിയുണ്ടെന്ന്. ഭീമനക്ക് തുല്യ ശക്തിയേക്കും. എന്താ ചെയ്യപ്പെട്ടത് ശരിയല്ല அப்படின்னு ബലരാമർ ചൊല്ല. കൃഷ്ണർ ചൊല്ല, അണ്ണ ഇങ്ങനെ നടന്നതെല്ലാം ശരിയാ, കള്ളച്ചൂതാടിനത് ശരിയാ, ദ്രൗപതിയെ മാനഭംഗം പണിനത് ശരിയാ, വാൾക്ക് 5 ഗ്രാമം കൊടുക്ക ചൊല്ലി ദൂതുക്ക് നാം പോനേൻ, അത് കൊടുക്ക മാട്ടേൻ ചൊന്നത് ശരിയാ, അവൾക്ക് ഒരു വീട് കൂടി കൊടുക്ക മാട്ടേൻ, ഊശി കുത്ത ഇടം കൊടുക്ക മാട്ടേൻ ചൊന്നാൽ ശരിയാ, അരക്കില്ലത്തിൽ പോയി ചുട വെച്ച ആളെ അത് ശരിയാ, വാളെ വനവാസത്തുക്കും അജ്ഞാതവാസ കാലത്തുക്കും ചൊല്ലി അനുപ്പിനാളെ അത് ശരിയാ. ഇപ്പിടി ഒവ്വൊന്നാ എണ്ണി എണ്ണി കൃഷ്ണർ കേൾക്ക. ബലരാമർക്ക് അതൊക്കൊന്നും ഉത്തരമില്ല ചൊല്ലറത്തേക്ക്. അവർ നേരെ വീക്ഷ്യത്തെ പുരീം യാതഹ, നേരെ ദ്വാരയ്ക്ക് തിരുമ്പി പോനാര. അപ്പടി அந்த ദുര്യോധനെയും അടിച്ച് പോട്ടതും அந்த യുദ്ധം തീർന്ന് അശ്വത്ഥാമ മിച്ചമിരിക്കാൻ 3-4 പേര് താൻ ഇതിൽ 2 പക്ഷത്തിലെയും അധികം ആളുകളൊന്നുമില്ലേ. കൗരവപക്ഷത്തിലെയും ആളില്ലേ, പാണ്ഡവപക്ഷത്തിലെയും ആളില്ലേ. അശ്വത്ഥാമ മിച്ചമിരിക്കാൻ. അശ്വത്ഥാമ ഇരിക്കെ തന്നോട് രാജാ ആന ദുര്യോധനനുക്ക് പ്രിയം വണ്ണം அப்படின்னு நினச்சிருந்து ദ്രോണപുത്രനാക്കും അശ്വത്ഥാമ. ബ്രഹ്മാസ്ത്രത്തെ അനുപ്പി മുതല്ല പോയി പാഞ്ചാലിയോട് 5 കുഴന്തകളോടും തല അറുത്ത് കൊണ്ടുവന്ന് ദുര്യോധനൻ മുന്നാടി വയ്ക്കരുത്. ദുര്യോധനൻ ചൊല്ലാൻ, നാണമില്ല അവനക്ക്, തൂങ്ങിന്തിരുന്ന കുഴന്തകൾ ബാലന്മാരാക്കും, അതുമല്ല ഒന്നും தெரியாத കുട്ടികളെ നീ ഇപ്പിടി ചെയ്തേ, പെരിയ തപ്പാ പോയിച്ച് അപ്പടിയൊന്നും ഇല്ല. അപ്പോൾ അതിലെയും ദുര്യോധനക്ക് സന്തോഷമുണ്ടാകണം, തന്നോട് യജമാനക്ക് സന്തോഷമുണ്ടാകണം നനച്ചെന്ത്. അപ്പം അതുക്കുള്ള പിടിച്ചെന്ത് വരുക. അശ്വത്ഥാമാവെ പിടിച്ച് കെട്ടി അർജുനൻ കൊണ്ടുവന്ന് പാഞ്ചാലി മുന്നാടി പോടുവൻ. എന്നെ പണണം ഇവന് அப்படின்னு കേൾക്കറുത്ത് മുച്യതാം ചൊല്ലുവൾ പാഞ്ചാലി. വിട്ടുടൂ, ഗുരുപുത്രനാക്കും. ഞാൻ എന്നോട് 5 കുഴന്തകൾ പോയി തവിക്കറേൻ, അതേമാതിരി ഗുരുപത്നി തവിക്കറത്തുക്ക് ഇടം വരപ്പെടാது அப்படின்னு ചൊല്ലർത്തെ ഭഗവാൻ ചൊല്ലുവാർ. ബേഷ് ഭലേ ബേഷ് அப்படின்னு കൃഷ്ണർ ചൊല്ലുവാർ. ഇത്രയും തനക്ക് എന്നെല്ലാം ഇഴந்து പോച്ചുங்கிறது പാക്കലൈ, അത് ചെയ്ത அந்த ആൾക്ക് നിങ്ങൾ വിട്ടുടുങ്കോ அப்படின்னாക്കും ചൊല്ലറ. അപ്പടി ഇരിക്കപ്പെട്ട അശ്വത്ഥാമ തിരുമ്പി വിട്ടപ്പോൾ ഇനിയും ഇവ പക വെച്ചെന്ന് എന്നാവ് ചെയ്യുവാളോ എന്ന് നനച്ചത് അശ്വത്ഥാമ അടുത്ത ഒരു ബ്രഹ്മാസ്ത്രത്ത് ഉത്തരയോട് ഗർഭത്തിലിരിക്കപ്പെട്ട, ഇനിയിപ്പോൾ ഉത്തരാഗർഭത്തിലിരിക്കപ്പെട്ട ഒരു കുഴന്തതാ മിച്ചം ഇവാളോട് അടുത്ത ജനറേഷനൊക്കെ ഇരിക്കും. അന്ത ഗർഭത്തെ പാത്ത് അനുപ്പറാർ. സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതദിയം ദ്രൗണിം ഏത്യ, തൂങ്ങിന്തിരുന്ന പാഞ്ചാലിപുത്രന്മാരെയെല്ലാം കൊന്നതുക്കപ്പുറം ദുർബുദ്ധിயான അശ്വത്ഥാമാവ് തന്മുക്തം ബ്രഹ്മമസ്ത്രം ത്വദുക്ത്യാ വിജയഃ സമഹൃത മൗലിരത്നം ജഹ്രേച്ച. ഉടനെ അശ്വത്ഥാമാവാക്ക് പണ്ണിനാൻ തെരിഞ്ഞതും അർജുനൻ പോയി പിടിച്ചെന്ത് വന്ന് அந்த അശ്വത്ഥാമാവ കൊല്ലർത്തേക്ക് കൊണ്ടുവര. പാഞ്ചാലി ചെയ്യപ്പെടാതെ ചൊല്ല. കടശിയിൽ അവനോട് തലയിൽ ശിരോരത്നം ഇരുന്നത്, അന്ത രത്നത്തെ പറിച്ചെടുത്ത ശിഖയെ മുറിച്ച് കളഞ്ഞ. ശിഖയെ മുറിച്ചാൽ ബ്രാഹ്മണനുക്ക് വധം പണ്ണിനത്തേക്ക് തുല്യമാക്കും. പുനരപീച്ച പാണ്ഡവാനാം ഉച്ഛിത്യൈ അസ്ത്രേ ഉത്തരാഗർഭം വിശതി. തിരുപ്പിയും പാണ്ഡവന്മാരോട് വംശം പൂരാ തീർക്കണം നനച്ചെന്ത് ഇന്നൊരു ബ്രഹ്മാസ്ത്രത്തെ ഉത്തരാഗർഭത്തിൽ വിട്ടപ്പോൾ, ഹേ വിഭോ ത്വം അങ്കുഷ്ടമാത്ര ചക്രപാണി രക്ഷൻ ജഠരം അഗാഹ കില. സർവവ്യാപിയാന ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ,
நீங்களிர் அங்குஷ்ட மாத்திரம், அங்குஷ்டன்னா தள்ளவர், தம்பு, அந்த தம்போட அளவுக்கு അത്ര ചിന്നതായി அந்த கர்ப்பத்துக்குள்ளே பிரவேசிச்ச. எப்படி சக்கரபாணி கையில் சக்கரவும் எடுத்துட்டு போய் அந்த உத்தரா கர்ப்பத்தில் பிரவேசித்து அந்த குழந்தைய நீங்கள் ரக்ஷ பண்ணினேள் அப்படின்னு சொல்லறான். இப்போ பகவான் அங்கே சுதர்சனத்தையும் எடுத்துந்து உத்தரா கர்ப்பத்துக்குள்ளே போனார். அந்த கர்ப்பத்தில் இருக்கிற குழந்தை வெளியில் அப்புறம் வந்ததுக்கு அப்புறம் பரீட்சையினால் பிறந்ததுனால பரீட்சித்து, விஷ்ணுவால் அந்த குழந்தைய ரட்சிக்கப்பட்டதுனால விஷ்ணுராதன் என்கிற பேரும் உண்டு. வெளியில் வந்து குழந்தை எல்லா இடத்துலையும் தேடித்தான், ഗർഭത്തിൽ വെച്ച് பார்த்த ഭഗവാൻ എങ്കെന്ന് തേടിത്താൻ. അതിനാലെയും പരീക്ഷിത്തുங்கிற പേര് ചൊല്ലുക. ഹരേ കൃഷ്ണ.